കർത്താവിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യരുടെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ദ്രവത്വം എന്ന് പറയുന്ന ദ്രവിച്ചു പോകുന്ന നമ്മുടെ ഈ ശരീരം ഒരിക്കലും സ്വർഗരാജ്യത്തിന് അവകാശമാക്കത്തില്ല എന്നാണ്. കാര്യം എന്തുമെന്ന് പറഞ്ഞാൽ, ഈ മണ്ണായ ശരീരം മണ്ണിൽ നിന്ന് എടുത്തതുകൊണ്ട് ഈ മണ്ണിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നാം മനുഷ്യരുടെ ഇടയിൽ നോക്കുമ്പോൾ ഈ അഴിഞ്ഞു പോകുന്ന ഈ ശരീരത്തിന് വേണ്ടിയാണ് നാം പരക്കം പായുന്നതും പലതും ചെയ്തു കൂട്ടുന്നതും. പക്ഷേ ഒരിക്കലും ദൈവരാജ്യത്തിൽ പോകാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നത് വളരെ ചുരുക്കം പേരാണ്. പ്രിയ ദൈവമക്കളെ, നാം ആ 49-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും എന്ന് പറയുന്നു. അപ്പം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദാമിനെ കർത്താവ് ആദ്യം നിർമ്മിച്ചത് ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് മനുഷ്യരൂപം ഉണ്ടാക്കിയിട്ട് ജീവശ്വാസം കൊടുത്തു. അപ്പോൾ നാം ഇന്ന് ധരിച്ചിരിക്കുന്ന നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് മണ്ണായവൻ്റെ ശരീരമാണ്. എന്ന് പറഞ്ഞാൽ ആദാം പിതാവിൻ്റെ ശരീരമാണ് നമുക്കിപ്പോൾ ഉള്ളത്. പക്ഷേ ഈ ഒരു മണ്ണായ ഒരു മനുഷ്യൻ്റെ ആ പ്രതിമ നമ്മൾ ഇന്ന് ധരിച്ചിരിക്കുന്നത് പോലെ നാം ദൈവരാജ്യത്തിൽ പോകുമ്പോൾ ആ അഴിയാത്ത പ്രതിമയായ ദൈവത്തിൻ്റെ പ്രതിമ നാം ധരിക്കും എന്ന് ദൈവസായലുള്ളവരായി നാം മാറുമെന്ന് വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, ആയതുകൊണ്ട് കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. കർത്താവിൻ്റെ വരവോ നമ്മുടെ മരണമോ ഏത് നടന്നാലും നാം ആ സ്വർഗീയൻ്റെ പ്രതിമ ധരിപ്പാൻ തക്കവണ്ണം നമ്മുടെ ആത്മാക്കളെ നാം ഒരുക്കേണ്ടതാണ്. നല്ല പോരാട്ടം പോരാടേണ്ടതാണ്. നമ്മുടെ ഓട്ടം നാം തികയ്ക്കേണ്ടതാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ജോലി തികപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തരും കൃപ നൽകട്ടെ. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ശരീരം മണ്ണിനുള്ളത് കൊണ്ട് നാം അധിക ഘനം അതിന് കൊടുക്കാതെ നാം ദൈവരാജ്യത്തിൽ പോകേണ്ട ഒരു കാര്യങ്ങൾക്ക് അധിക ഘനം കൊടുത്ത് ജീവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, വചനം കേട്ടാലും കർത്താവെ, അപ്പോൾ അതേം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അടിച്ചു പൊളിക്കണമെന്ന് വിചാരിച്ച് ജീവിക്കുന്നവർ പലരുമുണ്ട്. പക്ഷേ ഇതല്ല ഒരു ജീവിതം. പക്ഷേ ഇതൊരു അഴിഞ്ഞു പോകുന്ന ഒരു ജീവിതവും അഴിഞ്ഞു പോകുന്ന ഒരു പ്രതിമയാണ് നമ്മുടെ ശരീരം. പക്ഷേ അഴിഞ്ഞു പോകാത്ത ഒന്ന് നിത്യതയിൽ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവെ, ആ നിത്യൻ്റെ ദൈവമേ, ആ ഒരു പ്രതിമ നമ്മൾ ധരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടെ സ്വർഗരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ഞങ്ങളെല്ലാവരും കർത്താവെ അതേമേ ഒത്തൊരുമിച്ച് കർത്താവെ കാലിലെ പണിവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.